ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പരിപാടി ആ കാണുന്ന പിക്കപ്പായിട്ട് താമരശ്ശേരിക്ക് പോലാണ്. നജീക്കൽ ഓടോ കയറ്റി വണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ചാനൽ സബ് ചെയ്യാത്തവർ അതൊക്കെ ഒന്ന് ചെയ്തു വെച്ച് കിട്ടോ. പൈനാപ്പിൾ ആണ് വണ്ടിയിലെ ലോഡ്. ഇതാണ് നമ്മുടെ നജീക്ക. പുള്ളിനോട് ചെലവാശൊക്കെ വാങ്ങിച്ച് വണ്ടി എടുത്ത് നേരെ ജംഗ്ഷനിലേക്ക് വിട്ടു. അവിടെ നമ്മുടെ സായിൽ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടിട്ടാ. ഒരു കമ്പനിക്ക് അവനെ വിളിച്ചതാണ്. ഇതാണ് നമ്മുടെ സായിൽ. അങ്ങനെ അവനെയും കയറ്റി നേരെ വണ്ടി വിട്ടു. ഇതാണ് ഞങ്ങളുടെ ചെറുവേലിക്കുന്ന് ജംഗ്ഷൻ. സമയം 2:30 ആയിട്ടുള്ളൂ. അതാണ് ഇവിടെ ആരെയും കാണാത്തത്. അങ്ങനെ പോയിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കുടൂടെ ട്രാവലർ പോകേണ്ടത്. പുറകെ പിടിക്കാൻ നോക്കിയിട്ടും കിട്ടിയില്ലാട്ടാ. പുള്ളി വിട്ടു പോവാണ്. ഫോണിൽ വിളിച്ചപ്പോഴാണ് ഏതോ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് കോതാങ്കലത്ത് അർജന്റ് പിക്കപ്പിന് പോണതാണെന്ന് പറഞ്ഞത്. പെരുമ്പാവൂർ പാലക്കാട്ടുതായും ഒരു സൈഡ് റോഡ് പൊളിഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഒരു അനക്കോലാട്ടോ. ഇതാണ് നമ്മുടെ പെരുമ്പാവൂർ ടൗൺ. അങ്ങനെ ഞങ്ങൾ കാലിൽ പാലം കയറാൻ പോവാണ്. ഇന്ന് വലിയ ബ്ലോക്ക് ഒന്നും കാണുന്നില്ല. എന്തായാലും പുതിയ പാലത്തിന്റെ പണി അപ്പുറത്ത് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. കൊരട്ടിയൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം ബ്ലോക്ക് ആയി തുടങ്ങിയിട്ട്. റോഡ് പണി നടക്കുന്നതുകൊണ്ട് മിക്ക ദിവസങ്ങളും ഇവിടെ നല്ല ബ്ലോക്കാണ്, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചാലക്കുടി റോക്കി ടയർസിന്റെ ഷോപ്പ് കണ്ടത്. ഇവിടുന്ന് ടയർ വാങ്ങിയവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ. പോണ വഴിക്ക് ഒരു ലോറിക്ക് തീ പിടിച്ച് ഫയർഫോഴ്സ് ഒക്കെ വന്ന് തീ അണയ്ക്കണ്ടായി. വേറെ ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ പാലിയേക്കര ടോളൊക്കെ കഴിഞ്ഞ് തൃശ്ശൂർ പാസ്സാവുമ്പോഴാണ് കേച്ചേരിന്ന് കുന്നുംകുളം പോകാതെ റൈറ്റ് എടുത്ത് അക്കിക്കാവ് ബൈപ്പാസ് വഴിയാണ് പോണത്. റോഡും അടിപൊളിയാണ്, കിടിലം കാഴ്ചകളുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് എല്ലായിടത്തും അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് കേട്ടോ. പോണ വഴിക്ക് പട്ടിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടി ഒതുക്കി പള്ളി കയറി. ഇവിടെ ഒരു കുളവും ജാരവും ഒക്കെ ഉണ്ട്. മഴക്കാലത്ത് ഈ കുളം നിറഞ്ഞൊഴുകുന്നാണ് അവിടെ കണ്ടൊരു ഇക്ക പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വണ്ടി എടുത്ത് പിന്നെ യാത്ര തുടങ്ങി. ഇതാണ് ഈ റോഡിലൂടെ പോയാലുള്ള ഗുണം. നല്ല കിടിലൻ റോഡും അതുപോലെ തന്നെ അടിപൊളി സീനറിയാണ്. അങ്ങനെ ചെറിയൊരു കാലിച്ചായ അടിക്കാന്ന് കരുതി വണ്ടി ഇവിടെ ഒതുക്കി 2 ചായയും പരിപ്പോടെയും കഴിച്ച് വണ്ടി എടുത്ത് താമരശ്ശേരിക്ക് പിടിച്ചു. പെരുമ്പിലാവ് ഭാഗത്തേക്ക് വരുന്നവരൊക്കെ ദാ കാണുന്ന ടിക്ടോക്ക് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചോ കിട്ടും. അടിപൊളി ഫുഡാണ്. നേരമൊക്കെ അത്യാവശ്യം എത്തി തുടങ്ങിയിട്ടാ. കുറ്റിപ്പുറ എത്താറായി. ഭാരതപ്പുഴയുടെ മുകളിൽ കൂടിയാണ് നമ്മൾ ഈ പോണത്. ഇനി അങ്ങോട്ട് നല്ല കിടില റോഡാണ് കേട്ടോ. പക്ഷേ നമ്മുടെ വണ്ടി 80ന്റെ മുകളിലേക്ക് കയറാൻ പറ്റൂല, ലോക്കാണ്. അങ്ങനെ നമ്മൾ വെട്ടിച്ചിറ ടോൾ പ്ലാസയും പന്തീരങ്കാവ് ടോൾ പ്ലാസയും ഒക്കെ കഴിഞ്ഞ് കോഴിക്കോട് ഹൈലൈറ്റ് മാളും കണ്ട് താമരശ്ശേരി ലക്ഷ്യാക്കി വിട്ടു. കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള താമരശ്ശേരി എത്തി. ഞങ്ങളുടെ അടുത്ത് മൈജിയുടെ മുമ്പിൽ നിൽക്കാനാണ് ഫസ്ലു പറഞ്ഞേക്കുന്നത്. അപ്പൊ തന്നെ ഫസ്ലും ഗ്യാങ് ഒരു ബൈക്കായിട്ട് വന്നിട്ട് ബൈക്കിന്റെ പുറകെ പോരെന്ന് പറഞ്ഞു. ഞങ്ങൾ അവരുടെ പുറകെ വെച്ചു പിടിച്ചു. ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ കൂടി പോകാനുണ്ട്. അങ്ങനെ കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ലോഡ് ഇറക്കാനുള്ള സ്ഥലം എത്തി. അങ്ങനെ വണ്ടി ഒതുക്കിയിട്ട് കയറും പായൊക്കെ അയച്ചിട്ട് അതൊക്കെ മടക്കി വെക്കലാണ് നമ്മുടെ പരിപാടി. ഇതാണ് ഫസ്ലു, ഇത് സീറു, ഇത് മിബസീർ. ഇവർക്ക് വേണ്ടിയിട്ടാണ് പൈനാപ്പിൾ കൊണ്ടുവന്നത്. ലോഡ് ഇറക്കുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചു വരാമെന്നും പറഞ്ഞ് ഫസ്ലൂടെ ബൈക്കായിട്ട് ഞങ്ങൾ താമരശ്ശേരി ടൗണിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ 99 രൂപയ്ക്ക് ചിക്കൻ പൊള്ളിച്ചതും മന്തി റൈസും ബിരിയാണിയും ഒക്കെ കിട്ടണ മജീദ് കാട് ലിംറാസ് ഹോട്ടലിൽ വന്നിട്ട് മന്തി റൈസും ചിക്കനും അടിച്ചു. ഈ റേറ്റിൽ അത്യാവശ്യം തെറ്റില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. മന്തിയൊക്കെ കഴിച്ച് അതിലെ 2-3 റൗണ്ടൊക്കെ കറങ്ങി ഫസ്ലൂടെ അടുത്ത് ചെന്നപ്പോഴേക്കും ലോഡ് പകുതി ആയിട്ടുണ്ടായി. ഇനി ബാക്കി പകുതി താമരശ്ശേരി ടൗണിലാണ് ഇറക്കേണ്ടത്. അങ്ങനെ അവിടെ ബാക്കി ലോഡൊക്കെ ഇറക്കി 12 മണിയായപ്പോഴേക്കും ഫസ്ലുവിനോട് ബായ് പറഞ്ഞ് നേരെ പെരുമ്പാവൂർക്ക് വെച്ചു പിടിച്ചു. തിരിച്ചു വന്ന വഴിക്ക് കാലടിയിൽ ഇറങ്ങി ഒരു കട്ടനും അടിച്ച് 4 മണിയായപ്പോഴേക്കും നമ്മുടെ ജംഗ്ഷൻ പിടിച്ചു. ഇനി വണ്ടി നേരെ നജീക്കാടെ വീട്ടിലിട്ടിട്ട് വീട്ടിൽ പോയി ഒറ്റ ഉറക്കം. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.